പരിണയം. ഈ വിവാഹം നടക്കില്ല. അയാളുടെ ആ വാക്കുകൾ ഇടുത്തി പോലെയാണ് അവിടെ കൂടിയ ഓരോരുത്തരിലും എത്തിയത്. താൻ എന്താടോ ശേഖര ഈ പറയുന്നത്? കല്യാണം നടക്കില്ലെന്നോ? എന്താ ഏട്ടനെ ഞാൻ പറഞ്ഞത് അങ്ങോട്ട് മനസ്സിലായില്ല എന്നുണ്ടോ? ഈ വിവാഹം ഇനി നടക്കാൻ പോണില്ല എന്ന്. താൻ താൻ എന്നെ ഞാൻ വെറുതെ ഇങ്ങനെ ഒരു കാര്യം പറയുമെന്ന് തോന്നുന്നുണ്ടോ ഏട്ടന്? എൻ്റെ കാര്യം വിട്. തലയും താത്തി നിൽക്കുന്നുണ്ടല്ലോ ഏട്ടൻ്റെ കൂട്ടുകാരൻ. അങ്ങോട്ട് തന്നെ ചോദിക്ക് ഞാൻ പറഞ്ഞത് സത്യമല്ലേ എന്ന്. ശേഖരൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഗോപിയുടെ കണ്ണുകൾ അയാളിൽ മാത്രമായി ഒതുങ്ങി. മുകുന്ദ, എന്താ എന്താ ഇവിടെ നടക്കുന്നേ? എന്നെ ചതിക്കുമായിരുന്നു താൻ? ഗോപി, എനിക്കൊന്നും കേൾക്കണ്ട. എൻ്റെ കുട്ടിയെ ഞാൻ എന്താ ഇനി ചെയ്യേണ്ടത്? അതുകൂടെ എല്ലാവരും പറഞ്ഞതാ. താൻ വിളിച്ചു കൂട്ടി കല്യാണത്തിന് വന്നവർക്ക് മുൻപിൽ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഗോപി തകർന്നു നിലത്തേക്ക് ഊർന്നിരിക്കുമ്പോൾ കൈവിട്ടു പോയത് ഒന്നുകൂടെ ചേർത്തു പിടിക്കാൻ അവസരം കിട്ടിയ പോലെ ഗീതയും രാജീവനും കൂടെ അയാൾക്ക് അടുത്തേക്ക് വന്നു. ഏട്ടാ, ഞാൻ ഒന്നുകൂടെ പറയുക, ഈ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം. പിന്നെ അവൾക്കൊരു ജീവിതവുമാകും. എൻ്റെ ഗിരി കെട്ടും അവളെ. അത് ഗീത കുറച്ച് ഉച്ചത്തിലാണ് പറഞ്ഞത്. അവളുടെ ആ വാക്കുകൾ അവിടെ പലരിലും പല ഭാവങ്ങളാണ് വിടർത്തിയത്. ഏട്ടനൊന്നും പറഞ്ഞില്ല. മുഹൂർത്തം കഴിയാറായി. ഇതിപ്പോൾ ഒന്നും നടന്നില്ലെങ്കിൽ പിന്നെ അവൾക്ക് മതി, നിർത്തിക്കോ. എൻ്റെ കുഞ്ഞിനെ കൊന്ന് ആറ്റിൽ താഴ്ത്തിയാലും ശരി, നിൻ്റെ മകനെ ഞാൻ തരില്ല ഗീതേ. എൻ്റെ മോള് എൻ്റെ അത്രയും പറഞ്ഞപ്പോഴത്തേക്ക് അയാൾ നെഞ്ചും തടവിക്കൊണ്ട് താഴേക്ക് വീണു. അച്ഛാ! അപ്പോഴാണ് എല്ലാവരും അവളെ കാണുന്നത്. ചുവന്ന കാഞ്ചീപുരം സാരിയിൽ സർവാഭരണ വിഭൂഷിതയായി ഒരു ദേവിയെപ്പോലെ നിൽക്കുന്ന പെണ്ണ്. അച്ഛാ, ഒന്നുമില്ല അച്ഛാ, ഒന്നുമില്ല. അച്ഛൻ വാ, നമുക്ക് ആശുപത്രിയിൽ പോകാം. അവൾ ചങ്കു തകർന്ന് കരഞ്ഞുകൊണ്ട് അവൾ അച്ഛൻ്റെ അടുത്തേക്കിരുന്നു. നീ ഒറ്റൊരുത്തി കാരണമാണ് എൻ്റെ ഏട്ടനിപ്പോൾ ഇങ്ങനെ കിടക്കുന്നത്. അതെങ്ങനെയാ? ജനിച്ച് ഭൂമിയിലേക്ക് വന്നപ്പോൾ തന്നെ എൻ്റെ ഏട്ടൻ്റെ ചിറക് നീ അരിഞ്ഞു. ഇനി എൻ്റെ ഏട്ടനെ കൂടെ കൊല്ലാനാണോ നിൻ്റെ ഭാവം? അപ്പച്ചി, ഇപ്പോൾ നിൻ്റെ കഴുത്തിൽ താലി വീണില്ലേ എൻ്റെ ഏട്ടന്, പിന്നെ അതൊരു വേദനയാകും. ഒന്നാമത് എനിക്ക് സമ്മതം അപ്പച്ചി. എൻ്റെ അച്ഛനൊന്നും വരണ്ട. വേണ്ട മോളെ, അവനെപ്പോലെ ഒരുത്തനെ. അവൾ സമ്മതിച്ചു. പിന്നെ ഏട്ടൻ എന്താ പ്രശ്നം? നീ നടക്കില്ല ഗീതേ. എനിക്ക് ജീവനുള്ള കാലം എൻ്റെ മോളെ ഞാൻ അവന് കൊടുക്കില്ല. അത്രയും നേരം ഒന്നും മിണ്ടാതെ നിന്ന് മുകുന്ദൻ ഗോപിയുടെ അടുത്തേക്ക് വന്നു. ഗോപി, എൻ്റെ റിച്ചു കെട്ടും നിൻ്റെ മോളെ. മുകുന്ദ, ഞാൻ തന്നെയാ പറയുന്നത്. എൻ്റെ മോൻ കെട്ടും, അല്ലാതെ കണ്ട തെമ്മാടിക്കൊന്നും കൊടുക്കാനുള്ളതല്ല ശ്രീ. എടോ, ഈ പറഞ്ഞു താൻ എങ്ങോട്ടാണ് ഈ പോകുന്നത്? താനും തൻ്റെ മകനും കാരണമാണ് ഇപ്പോൾ ഇവിടെ ഈ പ്രശ്നം മൊത്തം. എന്നിട്ടൊരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ പറയാൻ നാണം ഉണ്ടോടോ തനിക്ക്? അത് പറഞ്ഞു തീരും മുന്നേ ഗീതയുടെ കരണം പുകഞ്ഞിരുന്നു. വേണ്ട എന്ന് ഞാൻ വെക്കും തോറും നീ എങ്ങോട്ടാ പറഞ്ഞു പോകുന്നത്? എൻ്റെ മോളെ മുകുന്ദൻ്റെ ഇളയ മകൻ റിച്ചു കെട്ടും. എനിക്കതിന് സമ്മതമാണ്. പിന്നെ എല്ലാം വേഗത്തിലായിരുന്നു. അവൾ എല്ലാത്തിലും ഒരു ശില പോലെ നിന്നുകൊടുത്തു. അല്ലാതെ എന്ത് ചെയ്യാനാണ്? തൻ്റെ അച്ഛൻ്റെ സന്തോഷം, അത് മാത്രമായിരുന്നു അവൾ നോക്കിയത്. തൻ്റെ അടുത്ത് നിൽക്കുന്ന ആളെ ഒരിക്കൽ പോലും അവൾ നോക്കിയില്ല. അല്ലെങ്കിൽ തന്നെ ഇനി എന്ത് നോക്കിയിട്ട് എന്തിനാ? അവൾ അവളോട് തന്നെ അത് ചോദിച്ചു കൊണ്ടിരുന്നു. ആ സമയം അവളുടെ കഴുത്തിൽ കൂടെ എന്തോ ഒന്ന് ഇഴയുന്നത് പോലെ അവൾക്ക് തോന്നി. അതോടൊപ്പം തോളിൽ അറിയുന്ന ഭാരം, ചെവിയിലും കഴുത്തിലുമായി അറിയുന്ന ചൂട് ശ്വാസം. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഗോപിയെല്ലാം നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നിന്നു. ഇനി എന്തൊക്കെ നടക്കുമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയുമില്ല കണ്ണാ. മുകുന്ദേട്ടൻ ഇത് എന്ത് പരിപാടിയാണ് കാണിച്ചതെന്ന് വല്ല വിചാരവുമുണ്ടോ? താനും കൂടെ ഇങ്ങനെ ഓരോന്ന് പറയാതെടൂ. നടക്കാനുള്ളതെല്ലാം നടന്നു. ഇനി വരുന്നതിൻ്റെ ബാക്കി എന്താണെന്ന് വെച്ചാൽ നോക്കാം. അല്ലാതെ നടന്നു എന്ന് പറയാതെ മുകുന്ദേട്ടാ. റിച്ചു അവനെയും കൊണ്ട് ഈ കടുങ്കൈ ചെയ്യിച്ചത് ആരാണെന്ന് ഇടയ്ക്ക് ഓർക്കുന്നത് നല്ലതാ. ഇനി അവനുണ്ടാക്കുന്ന ഓരോന്നിൻ്റെ കൂടെ ആ കൊച്ചിൻ്റെ കണ്ണീരും കൂടെ നമ്മൾ കാണണം. നിമ്മി, ഞാനൊന്നും പറയുന്നില്ല. അതിൻ്റെ വിധി എല്ലാം നടക്കുന്നത് പോലെ അങ്ങ് നടക്കട്ടെ. അല്ലാതെ എന്താ? ഈ വിധി ഉണ്ടാക്കിയത് ആരാ നിമ്മി? നമ്മുടെ മൂത്ത പുത്രൻ, അല്ലാതെ വേറെ ആരുമല്ല. അവൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അതിനൊന്ന് മൂളാൻ മാത്രമേ നിമ്മിക്ക് കഴിഞ്ഞുള്ളൂ. അത് മാത്രമാണോ? അവളെപ്പോലെ ഒരു കൊച്ചിനെ എങ്ങനെയാണോ അവനെപ്പോലെ ഒരു തെമ്മാടിയുടെ കയ്യിൽ കൊടുക്കുന്നത്? അത് മാത്രമാണോ? വീണാക്കൊലക്കേസ്, അതിനിതുവരെ ഒരു തീരുമാനമാക്കാതെ നിൽക്കുക. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അപ്പനും അമ്മയും കൂടെ ഇവിടെ കഥയും പറഞ്ഞ് നിൽക്കുവാണോ? ആ ചെറുക്കൻ്റെ സ്വഭാവം അറിയാമല്ലോ അല്ലേ? എൻ്റെ അമ്മു, ഒന്നും അറിയാത്ത പോലെ പറയാതടി.
പറയുന്നതാണോ അമ്മ? ഏട്ടൻ്റെ കല്യാണത്തിന് വന്നു, ഇപ്പം അനിയൻ്റെ കല്യാണം നടന്നു. അതും ആ പൊട്ടൻ്റെ സമ്മതം പോലും നോക്കാതെ. ഇനി എന്തൊക്കെ കാണിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. പിന്നെ ചടങ്ങുകളെല്ലാം റോക്കറ്റ് വേഗത്തിലായിരുന്നു. ശ്രീ ഒന്നിനോടും പ്രതികരിക്കാതെ നിമ്മി പറയുന്നതെല്ലാം കേട്ടുനിന്നു. നിമ്മി കൊടുത്ത 5 തിരിയിട്ട നിലവിളക്കുമായി ശ്രീ പൂജാമുറിയിലേക്ക് നടന്നു. അവൾക്കൊപ്പം തന്നെ റിച്ചുവും. ആ മുറിയിൽ നിന്ന് ഇറങ്ങി അവൻ ഒരു പോക്കായിരുന്നു പുറത്തേക്ക്. എടാ റിച്ചു! അവനെ വിളിച്ചുകൊണ്ട് അമ്മു ഇറങ്ങിച്ചെന്നപ്പോഴത്തേക്കും അവൻ പോയി കഴിഞ്ഞു. ആർക്കും ഒന്നും മനസ്സിലായില്ലല്ലേ? ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ കാണുന്നത് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു നിൽക്കുന്ന ഈ വീടാണ് മേലത്തറ. പ്രവാസിയായ മുകുന്ദൻ വാര്യരുടെയും ഭാര്യ നിമ്മിയുടെയും കുടുംബം. ഗൾഫിൽ ബിസിനസ്സായിരുന്ന മുകുന്ദൻ ഇപ്പോൾ നാട്ടിൽ വന്നു സെറ്റിലായിട്ട് മാസം 1 തികഞ്ഞിട്ടില്ല. അതൊക്കെ ഇനി നമുക്ക് വഴിയേ പറയാം. ആദ്യം ആളുകളെ ഒന്ന് പരിചയപ്പെടാം അല്ലേ? മുകുന്ദൻ്റെയും നിമ്മിയുടെയും ഏറ്റവും വലിയ സമ്പാദ്യം ആണ് അവരുടെ 3 മക്കൾ. മൂത്തത് ഋത്തിക്. ഇവൻ ബിസിനസ്സുകാരനാണ്. അപ്പൻ്റെ പാത പിന്തുടരുന്ന പുത്രൻ. അതാണിവൻ. ഇവന് വേണ്ടിയാണ് മുകുന്ദൻ മേലത്ര തൻ്റെ ആത്മാർത്ഥമിത്രം ഗോപിയുടെ മോളെ ആലോചിച്ചത്. എന്നാൽ വിധി അവളെ എത്തിച്ചത് മറ്റൊരുവൻ്റെ താലിക്ക് മുൻപിലും. ഇനി അടുത്തത് ഋതിക, എല്ലാവരുടെയും അമ്മു. ഇപ്പോൾ മോഡലിംഗ് ഒക്കെയായി കറങ്ങി നടക്കുന്നു. അതിനൊപ്പം തന്നെ അച്ഛനെ ബിസിനസ്സിൽ സഹായിക്കാറുമുണ്ട്. പ്രായം 27ആയി. ഇനിയും കുട്ടിക്കളിയായി നടക്കുന്ന ഒരു കാന്താരി. അതാണ് നമ്മുടെ അമ്മു. ഇനിയാണ് നമ്മുടെ കഥാനായകൻ റിച്ചു എന്ന ഋഷികേശ്. പ്രായത്തിൻ്റെ എല്ലാ എടുത്തുചാട്ടവുമായി ആരുടെ നെഞ്ചത്ത് കയറണം എന്ന് റിസർച്ച് നടത്തുന്ന നമ്മുടെ കൊച്ചു തെമ്മാടി. അപ്പൻ്റെയും ഏട്ടൻ്റെയും പാത പിന്തുടരാൻ വയ്യ എന്ന് പറഞ്ഞ് MSc കെമിസ്ട്രി എന്ന മഹാസാഗരത്തിനോട് യുദ്ധം ചെയ്യാൻ പോവുകയാണ് നമ്മുടെ കഥാനായകൻ. ബാക്കി വഴിയെ ഇവരുടെ കാര്യം പറയാം. ഇനി നമ്മുടെ കല്യാണ പെണ്ണിനെ കൂടി ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം. മഠത്തിൽ കുടുംബത്തിലെയാണ് പെണ്ണ്. ശ്രീഭദ്രമായ ഗോപിയുടെയും ദേവകിയുടെയും ഒരേ ഒരു മകൾ. ഇന്നും കൂട്ടുകുടുംബമായി നിൽക്കുന്ന ഒരു കൂട്ടരാണിവർ. ഗോപിയുടെ അനിയൻ ശേഖരൻ, അയാളുടെ ഭാര്യ മാലതി, മക്കൾ ധനലക്ഷ്മി, ഭാഗ്യലക്ഷ്മി. രണ്ടും ഇപ്പോൾ ഡിഗ്രി 2nd ഇയറിനാണ് പഠിക്കുന്നത്. ഇനിയാണ് മുന്നേ നമ്മൾ കണ്ട അപ്പച്ചി, കുട്ടിഭൂതം. പേര് ഗീത. ഭർത്താവ് ഒരു BP-ക്കാരനാണ്, രാജീവൻ. പറയുമ്പോൾ ബാങ്കിലെ മാനേജർ ആണെങ്കിലും ഗീതയുടെ വാക്കിന് അപ്പീലില്ല. 2 പേർക്കും ഒരേ ഒരു മകനാണ്, ഗിരീഷ് എന്ന ഗിരി. ആളൊരു പ്രശ്നക്കാരനാണ്. എന്താകും എന്നൊക്കെയുള്ളത് കണ്ടു തന്നെ അറിയണം. കഥ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ബൈ ബൈ.